നമുക്ക് സ്വന്തമായുള്ള ഒരു ഹൗസ് പ്ലോട്ട്, അതിൻ്റെ വലിപ്പവും ഷേപ്പും എന്തുമാകട്ടെ, അതിൽ നമ്മുടെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന നല്ലൊരു വീട് നിർമ്മിക്കുക നമ്മൾ ഏവരുടെയും സ്വപ്നമാണത്. അത്തരം സ്വപ്നം കൊണ്ടു നടക്കുന്നവർക്ക് യോജിച്ച നല്ലൊരു വീടിൻ്റെ നിർമ്മാണ വിശേഷങ്ങളാണ് വാസ്തുവിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൽ ഞങ്ങൾ അവതരിപ്പിക്കുന്നത്. കോട്ടയം ജില്ലയിലെ തലയോലപ്പറമ്പിനടുത്തുള്ള ഒരു വീടാണിത്. ലണ്ടനിൽ റോയൽ മെയിൽ ഡിപ്പാർട്ട്മെൻറ്റിൽ കസ്റ്റം സ്റ്റാഫായി വർക്ക് ചെയ്യുന്ന ശ്രീ ടോണി ചെറിയാൻ്റെയും ഭാര്യ ഡെയ്സിയുടെയും വീട്. 2950 സ്ക്വയർ ഫീറ്റിൽ നിർമ്മിച്ച ഒരു 4 ബെഡ് ഹൗസാണ് ഇത്. നോക്കൂ. രസമുള്ള ഒരു വീട് അല്ലേ? ആർക്കിടെക്ചറലായി ഒട്ടേറെ പ്രത്യേകതകളുമുണ്ട് ഈ വീടിന്. വെറും 30 അടി മാത്രം വീതിയും 130 അടി നീളവുമുള്ള ദീർഘചതുരാകൃതിയിലുള്ള ഒരു പ്ലോട്ടിലാണ് ഈ വീടിൻ്റെ നിർമ്മാണം. വീതി കുറഞ്ഞ പ്ലോട്ടിലാണ് നിർമ്മിച്ചതെങ്കിലും ഈ വീടിൻ്റെ എക്സ്റ്റീരിയർ ബ്യൂട്ടിക്കും ഇൻസൈഡ് ഫെസിലിറ്റിക്കും ഒരു കുറവുമില്ല. എല്ലാ അർത്ഥത്തിലും മനോഹരമായ ഒരു സൗധം. വളരെ വീതി കുറഞ്ഞ പ്ലോട്ടിലും എങ്ങനെ നല്ലൊരു വീട് ഒരുക്കാം എന്നതിൻ്റെ ദൃഷ്ടാന്തമാണ് ഈ വീട്. നിങ്ങൾക്ക് സ്വന്തമായുള്ള ഹൗസ് പ്ലോട്ട് വീതി കുറഞ്ഞ് ദീർഘചതുരാകൃതിയിലുള്ളതാണോ? എങ്കിൽ ഈ വീട് നിങ്ങൾക്ക് നല്ലൊരു മാതൃകയാക്കാവുന്നതാണ്. അതുകൊണ്ട് ഈ വീടിൻ്റെ ആർക്കിടെക്ചറൽ സവിശേഷതകൾ തുറന്നു കാണും. കോട്ടയം എറണാകുളം റൂട്ടിൽ തലയോലപ്പറമ്പിന് സമീപം സ്റ്റേറ്റ് ഹൈവേയോട് ചേർന്ന് അടുത്തിടെ നിർമ്മാണം പൂർത്തിയായ കുടുംബം ഇംഗ്ലണ്ടിൽ കഴിയുകയാണെങ്കിലും സ്വന്തം ജന്മഗ്രാമത്തിൽ തറവാട് വീടിനരികെ ഒരു വീട് വേണമെന്നത് ശ്രീ ടോണി ചെറിയാന്റെ ആഗ്രഹമായിരുന്നു. അതനുസരിച്ച് തറവാടിനരികിലായി വാങ്ങിയ പ്ലോട്ടിലാണ് ടോണി ചെറിയാൻ ഈ വീടൊരുക്കിയത്. ഞങ്ങൾ കുറേ 10-15-16 വർഷമായിട്ട് ഇപ്പോൾ UK-ലാണ്, ലണ്ടനിലാണ് താമസിക്കുന്നത്. അപ്പോൾ ലണ്ടനിൽ താമസിക്കുമ്പോഴും കേരളത്തിൻ്റെയും അല്ലപ്പോൾ നാടിനെ എപ്പോഴും ഓർമ്മയുണ്ട്. നാട്ടിൽ വന്ന് ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അങ്ങനെ തോന്നിയ ഒരു കാഴ്ചപ്പാടിലാണ് ഇങ്ങനെ ഒരു വീട് വെക്കാനായിട്ട് ആഗ്രഹിച്ചത്. അപ്പോൾ കഴിഞ്ഞ
കുറേ കാലങ്ങളായിട്ടുള്ള ഒരാഗ്രഹം ഇപ്പോഴാണ് നമുക്ക് സഫലീകരിച്ചാൽ പൂർത്തീകരിക്കാൻ പറ്റിയത്. തറവാട് വീടിനരികിലായി മെയിൻ റോഡിനോട് ചേർന്നുള്ള പ്ലോട്ട് എന്ന പരിഗണനയിലാണ് ശ്രീ ടോണി ചെറിയാൻ ഈ സ്ഥലം വാങ്ങിയത്. 32 സെന്റോളം വരുന്ന പ്ലോട്ടാണെങ്കിലും നല്ലൊരു വീട് നിർമ്മിക്കുവാൻ പറ്റിയ വീതി ഈ പ്ലോട്ടിനുണ്ടായിരുന്നില്ല. വെറും 32 അടി വീതിയിൽ പിന്നിലേക്ക് നീണ്ടു പോകുന്ന പ്ലോട്ട്. സാധാരണഗതിയിൽ നല്ലൊരു വീടൊരുക്കുവാൻ സാധിക്കാത്ത പ്ലോട്ടാണിതെങ്കിലും ടോണി ചെറിയാൻ ഇവിടെ നിർമ്മിക്കാനായത് അതീവ സുന്ദരമായ ഒരു മാളികയാണ്. അതും 2950ഓളം സ്ക്വയർ ഫൂട്ട് വിസ്തൃതിയിലുള്ള വളരെ ഭംഗിയാർന്ന ഒരു വീട്. ശരിക്കും പറഞ്ഞാൽ എൻ്റെ തറവാട് വീടിൻ്റെ അടുത്താണ് ഒരു പ്ലോട്ട് ഞാൻ ആഗ്രഹിച്ചിരുന്നത് വാങ്ങാൻ പോകാനായിട്ട്. അപ്പോൾ വാങ്ങിക്കഴിഞ്ഞ് അങ്ങനെ അനുയോജ്യമായൊരു പ്ലോട്ട് കിട്ടുകയും അത് വാങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ഏകദേശം 32 സെൻറ്റ് സ്ഥലമുണ്ട്. പക്ഷേ 32 സെൻറ്റ് സ്ഥലമുണ്ടെങ്കിൽ പോലും ഈ പ്ലോട്ടിൽ വീതി എന്ന് പറയുന്നത് 32 അടിയാണ്. അപ്പോൾ ഈ വീതിയിൽ ഒരു വീട് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത്, കൺസ്ട്രക്ഷൻ ചെയ്തെടുക്കുക എന്നുള്ളതുള്ളൊരു വലിയ പ്രായോഗിക ബുദ്ധിമുട്ടുകളായിട്ട് ആദ്യമേ തന്നെ എനിക്ക് അനുഭവപ്പെട്ടു. പക്ഷെ ഒരു എഞ്ചിനീയർ എടുക്ക ചെന്നു, അയാൾ നല്ല രീതിയിൽ തന്നെ 1-2 പ്ലാൻസ് എന്നെ കാണിച്ചു. കേരളീയ ശൈലിയിലുള്ള ഒരു വീടായിരുന്നു ഞാൻ ആഗ്രഹിച്ചിരുന്നത്. ഏതായാലും എനിക്ക് സംതൃപ്തി നൽകിക്കൊണ്ട് ഇങ്ങനെ ഒരു വീട് പണിത് തന്നു എന്നുള്ളതാണ് ഇതിൻ്റെ സാഹചര്യം. സ്വന്തം തറവാട് വീടിനരികെ വീതി വളരെ കുറഞ്ഞ ഒരു പ്ലോട്ടിൽ കാഴ്ചയിൽ ഏറെ മനോഹരമായ ഒരു വീടൊരുക്കുവാനായി എന്നത് മാത്രമല്ല ഈ വീടിന്റെ കാര്യത്തിൽ ടോണി ചെറിയാനുണ്ടായ നേട്ടം. ഒരു വീട്ടിൽ വേണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ച എല്ലാ സൗകര്യങ്ങളും സജ്ജീകരണങ്ങളും ഉൾപ്പെടുത്തുവാനായി എന്നതുകൂടിയാണ്. ഒരു ലക്ഷറി വില്ലയ്ക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളുമുണ്ട് ഈ വീടിന്. ഞാൻ ഈ വീട് പ്ലാൻ ചെയ്യുന്ന സമയത്ത് മനസ്സിലുണ്ടായിരുന്നത് 4 ബെഡ്റൂംസ് വിത്ത് ബാത്ത് അറ്റാച്ച്ഡാണ് ഉദ്ദേശിച്ചിരുന്നത്. അതുപോലെ തന്നെ ഒരു ഓപ്പൺ സ്പേസ് വരാന്ത, ഒരു ലിവിങ് റൂം, ഡൈനിങ് ഹാള്, ഒരു കിച്ചൺ, വർക്ക് ഏരിയ, അതുപോലെ തന്നെ സ്റ്റോർ റൂം, അപ്സ്റ്റേഴ്സിൽ ഒരു ലിവിങ് റൂം, 3 ബാൽക്കണി, ഓപ്പൺ സ്പേസ് ബാൽക്കണി. ഇത്രയാണ് നമ്മൾ മനസ്സിൽ സങ്കല്പം ഉണ്ടായിരുന്നത്. ആ സങ്കല്പത്തിനനുസരിച്ച് തന്നെ ഇത് കൺസ്ട്രക്ഷൻ ചെയ്യാൻ സാധിച്ചു എന്നുള്ളതാണ് നമ്മൾക്ക് ചാരിതാർത്ഥ്യം ഉണ്ടാക്കുന്ന കാര്യം. വീതി കുറഞ്ഞൊരു പ്ലോട്ടിൽ നല്ലൊരു വീട് ഒരുക്കുക, അതിന് അതീവ സുന്ദരമായ എക്സ്റ്റീരിയറും അതീവ സൗകര്യപ്രദമാർന്ന അകമുറികളും ഒരുക്കുക എന്നത് വളരെയധികം കഴിവുള്ള ഡിസൈനർമാർക്ക് പോലും ഒരു വെല്ലുവിളിയാണ്. അത്രയേറെ ക്രിയേറ്റിവിറ്റി ആവശ്യപ്പെടുന്നൊരു ജോലിയാണത്. അത്തരമൊരു ചലഞ്ചിങ് ഡിസൈനാണ് ഈ വീടിൻ്റേത്. വീതി കുറഞ്ഞ പ്ലോട്ടിൽ വീട് നിർമ്മിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതേപ്പറ്റി കൊച്ചിയിലെ ഡ്രീം സ്പേസ് ഡിസൈനേഴ്സ് ആൻഡ് ബിൽഡേഴ്സിലെ എഞ്ചിനീയർമാരായ ശ്രീ നോബി റാഫേലും ജോർജ് കുട്ടിയും നൽകുന്ന വിശദീകരണങ്ങൾ കേൾക്കുക. ഒരു വീട് ഒരുക്കുമ്പോൾ അത് ഡിസൈൻ ചെയ്യുന്ന ആൾ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി അത് പ്ലോട്ടിനനുസരിച്ച് ഡിസൈൻ ചെയ്യുക എന്നുള്ളതാണ്. താരതമ്യേന ഒരു വലിയ പ്ലോട്ടോ അല്ലെങ്കിൽ സ്ക്വയർ പ്ലോട്ടോ ആണെങ്കിൽ അത് ഡിസൈൻ ചെയ്യുക എന്നത് താരതമ്യേന ഈസിയാണ്. പക്ഷേ പ്ലോട്ടിൻ്റെ ഷേപ്പ് റെക്റ്റാങ്കുലർ ആകുകയോ വീതി കുറയുകയോ ചെയ്താൽ അതിൻ്റെ ഡിസൈനിങ് വളരെ ബുദ്ധിമുട്ടാണ്, പ്രത്യേകിച്ച് വലിയ വീടൊക്കെ നിർമ്മിക്കേണ്ടി വരുമ്പോൾ. പക്ഷേ ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് വീതി കുറഞ്ഞ പ്ലോട്ടാണെങ്കിൽ കൂടി വളരെ വീട് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് നല്ല ഒരു പ്ലോട്ട് കിട്ടിക്കഴിഞ്ഞാലാണ് അതിൽ നല്ലൊരു വീട് ഡിസൈൻ ചെയ്യാൻ പറ്റുക. പക്ഷേ പലപ്പോഴും നല്ല പ്ലോട്ടുകൾ അവർക്ക് ഡിസൈൻ ചെയ്യാൻ കിട്ടി എന്ന് വരില്ല. ഇത് നോക്കുക, ഇതൊരു സ്ക്വയർ ടൈപ്പ് പ്ലോട്ടാണ്. ഇത്തരം ഒരു പ്ലോട്ടാണ് കിട്ടുന്നതെങ്കിൽ നല്ലൊരു വീട് അതിൽ ഡിസൈൻ ചെയ്യാൻ പറ്റും. പക്ഷേ ഇത് നോക്കുക, ഒരു റെക്ടാങ്കുലർ ടൈപ്പ് പ്ലോട്ടാണ്. ഇത്തരം പ്ലോട്ടുകളാകുമ്പോൾ നല്ല എലിവേഷനോട് കൂടി ഒരു വീട് ഡിസൈൻ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. ഈ റെക്ടാങ്കുലറിന് പുറമെ മറ്റു പല ഷേപ്പിലും, ഓവൽ ഷേപ്പിലും സർക്കിൾ ഷേപ്പിലും ഒക്കെ പ്ലോട്ടുകൾ ഉണ്ടാവും. അതിലൊക്കെ വീട് ഡിസൈൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ താരതമ്യേന ബുദ്ധിമുട്ടാണ്. ഉദാഹരണമായി നമുക്ക് ഈ ഒരു വീട് നോക്കുക. ഒരു സ്ക്വയർ പ്ലോട്ടിൽ ഡിസൈൻ ചെയ്ത ഒരു വീടാണിത്. വളരെ നന്നായി അതിൽ പ്ലേസ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. എന്നാൽ ഇതേ വീട് തന്നെ അതേ വിസ്തൃതിയുള്ള ഒരു റെക്ടാങ്കുലർ പ്ലോട്ട് ഡിസൈൻ ചെയ്തപ്പോൾ വന്ന പ്രോബ്ലമാണ് ഇത്. ആ വീടിനെ ആ പ്ലോട്ടിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റില്ല. എന്ന് വെച്ചാൽ നല്ല ഒരു എക്സ്റ്റീരിയർ ഒരു റെക്ടാങ്കുലർ പ്ലോട്ടിൽ നൽകാൻ ബുദ്ധിമുട്ടാണ് എന്നർത്ഥം. എക്സ്റ്റീരിയർ ഡിസൈന് വളരെയധികം പ്രാധാന്യം കൊടുത്തൊരുക്കിയ ഒരു വീടാണിത്. ട്രഡീഷണൽ ആർക്കിടെക്ചറിന്റെയും കണ്ടംപററി ആർക്കിടെക്ചറിന്റെയും സമന്വയ ശൈലി സ്വീകരിച്ചു നിർമ്മിച്ച ഒരു വീട്. അത് ഈ വീടിന്റെ സൗന്ദര്യമേറ്റുന്നു.
വീതി കുറഞ്ഞ പ്ലോട്ടിൽ വീടൊരുക്കുമ്പോഴുണ്ടാകുന്ന ഏറ്റവും വലിയ പ്രോബ്ലം നല്ലൊരു എലിവേഷൻ ബ്യൂട്ടി നൽകാനാവില്ല എന്നതാണ്. എന്നാൽ ഈ വീട് ഒരുക്കിയിരിക്കുന്നത് അതീവ സുന്ദരമായൊരു എക്സ്റ്റീരിയർ വ്യൂ കൂടി നൽകിക്കൊണ്ടാണ്. അതാണ് ഈ വീടിൻ്റെ ഏറ്റവും വലിയ മേന്മയും. 1.5 ദശകത്തോളമായി യൂറോപ്പിലാണെങ്കിലും കേരള സ്റ്റൈലിലുള്ള ഒരു വീടിനോടായിരുന്നു ടോണി ചെറിയാന് താല്പര്യം. ഡിസൈൻ വേളയിൽ ആവശ്യപ്പെട്ടതും അതുതന്നെ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കേരള സ്റ്റൈല് വീടാണ് നമ്മൾ ആഗ്രഹിച്ചിരുന്നത്. അപ്പോൾ കേരള സ്റ്റൈലിൽ ഒരു വീട് ഈ വീതിയിൽ ചെയ്യാനുള്ള പ്രായോഗിക ബുദ്ധിമുട്ടുണ്ടായിരുന്നു. റോഡ് ഫ്രണ്ടേജ് വളരെ കുറഞ്ഞൊരു പ്ലോട്ടാണിത്. അതായത് വീതി വളരെ കുറഞ്ഞൊരു പ്ലോട്ട്. ഒരു അതിർത്തിയിൽ നിന്ന് മറ്റൊരു അതിർത്തിയിലേക്ക് 35 അടിയിൽ താഴെ മാത്രമാണ് വീതി. ഒരു വീട് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഡിസൈനർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. കേരളത്തിൽ മുനിസിപ്പൽ ബിൽഡിംഗ് റൂൾ അനുസരിച്ച് വേണം അത് ഡിസൈൻ ചെയ്യാൻ വേണ്ടി. മുനിസിപ്പൽ ബിൽഡിംഗ് റൂൾ അനുസരിച്ച് ഒരു വീട് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ആ പ്ലോട്ടിൻ്റെ ഫ്രണ്ടേജിൽ, അതായത് റോഡ് സൈഡ് വരുന്ന ഏരിയയിൽ 3 മീറ്ററെങ്കിലും ഒഴിച്ചിട്ടിട്ട് വേണം വീട് നിർമ്മിക്കാൻ വേണ്ടി. അതുപോലെ വീടിൻ്റെ ബാക്ക് സൈഡിൽ 1.5 മീറ്റർ ഒഴിച്ചിടേണ്ടി വരും. വീടിൻ്റെ ഒരു സൈഡിൽ 1 മീറ്ററും മറ്റു സൈഡിൽ 1 മീറ്റർ 20 സെൻറ്റിമീറ്ററും കൂടി ഒഴിച്ചിട്ട് മാത്രമേ വീട് ഡിസൈൻ ചെയ്യാൻ പറ്റൂ. ഒരു റെക്ടാങ്കുലർ പ്ലോട്ടിൽ ഇത്തരം ഒരു ഡിസൈൻ ചെയ്യുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ട് പറഞ്ഞ ഒരു കാര്യമാണ്. ഈ വീട് ഡിസൈൻ ചെയ്തിരിക്കുന്നത് കേരള മുനിസിപ്പൽ ബിൽഡിംഗ് റൂളിൻ്റെ എല്ലാ മാനദണ്ഡങ്ങളും അനുസരിച്ചാണ്. ഇതിൻ്റെ ഫ്രണ്ടിൽ സെറ്റ് ബാക്ക് വേണ്ടത് 3 മീറ്റർ ആണെങ്കിലും ഇത് ലാൻഡ്സ്കേപ്പിങ്ങിന് വേണ്ടി ഒരു 8 മീറ്ററോളം ഇതിൻ്റെ സെറ്റ് ബാക്ക് വിട്ടിട്ടുണ്ട്. പിന്നെ ഒരു സൈഡിൽ 1.2 മീറ്റർ, മറു സൈഡിൽ 1 മീറ്ററുമാണ് ഇതിൻ്റെ സെറ്റ് ബാക്ക് വേണ്ടത്. അതെല്ലാം ഇതിൽ പാലിച്ചിട്ടുണ്ട്. ഇത്ര റെസ്ട്രിക്ഷനിലുള്ള പ്ലോട്ടിലാണെങ്കിലും ഇതിൻ്റെ എക്സ്റ്റീരിയർ ബ്യൂട്ടി നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. റോഡിൽ നിന്ന് പിന്നിലേക്ക് നീണ്ടു പോകുന്ന വീതി കുറഞ്ഞ പ്ലോട്ടാണ് ഈ വീടിൻ്റേത്. 32 സെന്റുള്ള പ്ലോട്ട്. പിന്നിൽ ഇഷ്ടം പോലെ സ്ഥലമുണ്ടെന്ന കാരണത്താൽ മെയിൻ റോഡിൽ നിന്നും നല്ല അകലം പാലിച്ചാണ് ഈ വീടിനെ പ്ലേസ് ചെയ്തത്. അതിനാൽ വീടിന് മുന്നിലായി നല്ലൊരു ഗാർഡന് ഇടം നൽകാനുമായി. റോഡിനരികിലായി മതിൽ, അതിൻ്റെ മധ്യേ ചെറിയൊരു പടിപ്പുര. അങ്ങനെ ചെറിയൊരു ട്രഡീഷണൽ സ്റ്റൈൽ ഈ വീടിന്റെ മുന്നിൽ തന്നെയുണ്ട്. പെഡസ്ട്രിയൻ ഗേറ്റാണ് പടിപ്പുരയ്ക്ക് കീഴെ. പ്ലോട്ടിന്റെ സൈഡിലുള്ള പോക്കറ്റ് റോഡിനോട് ചേർന്ന് മറ്റൊരു ഗേറ്റുമുണ്ട്. ആ ഗേറ്റിലൂടെ കടന്ന് ഗാർഡന് നടുവിലൂടെ ഒരുക്കിയ ഡ്രൈവ് വേയിലൂടെയാണ് വീട്ടിലേക്കുള്ള എൻട്രി. റോഡിൽ നിന്ന് അല്പം അകലെ വീടിനെ പ്ലേസ് ചെയ്തതിനാൽ ഇതിന്റെ എക്സ്റ്റീരിയർ ബ്യൂട്ടി നന്നായി ആസ്വദിക്കാനുമാകും. ടോണി ചെറിയാന് ട്രഡീഷണൽ സ്റ്റൈൽ വീടിനോട് താല്പര്യമുള്ളതിനാൽ സ്ലോപ്പിംഗ് റൂഫ് നൽകി അതിൽ ഓടുമേഞ്ഞിരിക്കുകയാണ് ഇവിടെ. കാർപോർച്ചിന്റെ റൂഫ്, വീടിന്റെ വരാന്തയുടെ റൂഫ്, മെയിൻ സ്ട്രക്ചറിന്റെ റൂഫ് എന്നിങ്ങനെ പല ലെവലിലാണ് ഇവിടെ ടൈൽസ് റൂഫ് നൽകിയത്. റൂഫിംഗ് പാറ്റേണിലെ ലെവൽ ഡിഫറൻസ് വീടിന്റെ എക്സ്റ്റീരിയർ ബ്യൂട്ടിയെ ഏറെ വർദ്ധിപ്പിക്കുന്നുണ്ട്. ഫ്രണ്ട് സൈഡ് ബാൽക്കണി, വരാന്തയിലെ പില്ലറുകൾ എന്നിവയും എക്സ്റ്റീരിയറിന്റെ നല്ല ഫീച്ചേഴ്സായി നൽകിയിട്ടുണ്ട്. ആന്റിക് ഗ്രേ കളറിലുള്ള ടൈൽസാണ് റൂഫിന് നൽകിയിട്ടുള്ളത്. കേരള സ്റ്റൈലിലുള്ള വീടെന്ന് പറയുമ്പോൾ, ശൈലിയിലുള്ള വീടെന്ന് പറയുമ്പോൾ ചുമന്ന ഓടൊക്കെ ആയിരിക്കും സാധാരണ ഇതിന് നിർമ്മിതിക്ക് ഉപയോഗിക്കാറുള്ളത്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ചെറിയ ഒരു ചേഞ്ചസ് ആയിക്കോട്ടെ എന്ന് ഓർത്തുകൊണ്ട് നമ്മൾ ആൻറ്റിക് ഗ്രേ എന്നുള്ള ഒരു പുതിയ ഒരു ഇപ്പോഴത്തെ ട്രെൻഡ് അനുസരിച്ചുള്ള കളർ തിരഞ്ഞെടുക്കുകയും അത് നമ്മൾ അതിനുവേണ്ടി സജഷൻ ചെയ്യുകയും ചെയ്തു. കൂടാതെ ഡ്രസ്സിട്ട് അതിൻ്റെ റൂഫിന് തന്നെ ഒരു കേരള ശൈലിയും കോണ്ടംപററി സ്റ്റൈലും കൂടെ കൂടിക്കൊണ്ടുള്ള ഒരു അനുയോജ്യമായ രീതിയിലുള്ള ഒരു നിർമ്മിതിയാണ് ഇപ്പോൾ ഇവിടെ നടത്തിയിട്ടുള്ളത്. ഒരു ട്രഡീഷണൽ കേരള സ്റ്റൈൽ വീട് വേണം എന്നായിരുന്നു ഈ വീടിൻ്റെ ഉടമ ടോണി ചെറിയാൻ്റെ ആഗ്രഹം. ട്രഡീഷണൽ വീടുകളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് സ്ലോപ്പിംഗ് സ്റ്റൈൽ റൂഫാണ്. അത്തരം വീടുകൾക്ക് നമ്മുടെ നാട്ടിൽ സാധാരണ കാണുന്ന മാംഗ്രൂവ് ടൈൽസ് വെച്ചിട്ട്, അതായത് എർത്തി കളറിലുള്ള മാംഗ്രൂവ് ടൈൽസ് വെച്ചിട്ടാണ് അത്തരം വീടുകൾ ചെയ്യാറ്. എന്നാൽ ഈ വീട് ചെയ്തിരിക്കുന്നത് ട്രഡീഷണൽ സ്റ്റൈൽ റൂഫിംഗ് പാറ്റേൺ നൽകിയിട്ടാണെങ്കിലും ഇതിൻ്റെ ഓടിൻ്റെ കളർ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു കളർ ചേഞ്ചാണ് ഈ വീടിന് ഒരു കണ്ടംപററി സ്റ്റൈൽ ലുക്ക് നൽകുന്നത്. എക്സ്റ്റീരിയർ ബ്യൂട്ടി വർദ്ധിപ്പിക്കുന്ന നല്ലൊരു എലമെന്റാണ് ഈ വീടിന്റെ കാർ പോർച്ച്. വീടിന്റെ ഒരു വശം ചേർന്നാണ് കാർ പോർച്ചിന്റെ സ്ഥാനം. കാർ പോർച്ചിൽ നിന്ന് വീട്ടിലേക്കുള്ള എൻട്രി എൽ ഷേപ്പിലുള്ള ഒരു വരാന്തയിലേക്കാണ്. ഗ്രാനൈറ്റ് ഫ്ലോറിങ്ങോട് കൂടിയ ഈ വരാന്ത ഒരു സിറ്റ് ഔട്ടായി കൂടി പ്രയോജനപ്പെടുത്തും വിധമാണ് ഒരുക്കിയത്. അതിനായി സീറ്റിംഗും നൽകിയിട്ടുണ്ട്. ഈ വരാന്തയിൽ നിന്ന്
2 എൻട്രിയാണ് വീട്ടിലേക്ക്. ഒന്ന് ഈ വാതിലിലൂടെ, രണ്ടാമത്തേത് ഈ വാതിലിലൂടെയും. തെക്ക് ഭാഗത്തേക്ക് മുഖദർശനമുള്ള വീടാണിത്. അതിനാൽ ട്രഡീഷണൽ വാസ്തു നിയമങ്ങൾ പ്രകാരമാണ് കിഴക്ക് ഭാഗത്ത് നിന്നുകൂടി ഒരു എൻട്രി ഡോർ ഇവിടെ നൽകിയത്. ഈ 2 ഡോറുകളും തുറക്കുന്നത് ഈ ഫോമൽ ലിവിംഗ് ഏരിയയിലേക്കാണ്. ഈ ലിവിംഗ് ഏരിയയ്ക്ക് പിന്നിൽ ഒന്നൊന്നായാണ് ഇവിടുത്തെ ഇതര മുറികൾ നിർമ്മിച്ചിരിക്കുന്നത്. വീതി കുറഞ്ഞ പ്ലോട്ടായതിനാൽ പ്ലോട്ടിന്റെ ആ സവിശേഷത കണക്കിലെടുത്താണ് ഇവിടുത്തെ മുറികൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ആദ്യം സിറ്റ് ഔട്ട്, പിന്നെ ലിവിംഗ്, അതിനപ്പുറം ഡൈനിങ്, ഡൈനിങ്ങിനപ്പുറം കിച്ചൺ, കിച്ചനുമപ്പുറം വർക്കിംഗ് കിച്ചൺ. ഇങ്ങനെ ഒന്നിനു പുറകെ മറ്റൊന്നായാണ് ഇവിടുത്തെ മുറികൾ. ഒരു വശത്തായി ബെഡ്റൂമുകളും ഒരുക്കിയിട്ടുണ്ട്. അതിഥികളെ സ്വീകരിച്ചിരുത്തുവാൻ ഒരു മുറി, ഒപ്പം പകൽ നേരങ്ങളിൽ കുടുംബാംഗങ്ങൾക്ക് ചെലവഴിക്കുവാൻ ഒരിടം. ഈ മുറി രൂപകൽപ്പന ചെയ്തത് അങ്ങനെയാണ്. വെന്റിലേഷനായി ധാരാളം ജനാലകൾ കൂടി നൽകിയിട്ടുണ്ട്. അവയെ പുണർന്നു നിൽക്കുന്ന ഭംഗിയാർന്ന ജാലകവിരികൾ. TV കാണുവാനുള്ള സൗകര്യമൊരുക്കിയതും ഈ മുറിയിലാണ്. സോഫ സെറ്റുകൾ കൊണ്ടുള്ള ഇരിപ്പിടമാണ് ഈ മുറിയിൽ. TV സജ്ജീകരിക്കുവാൻ ചുമരിനോട് ചേർന്ന് പ്രത്യേക സംവിധാനവും ഒരുക്കിയിട്ടുണ്ട്. ഇങ്ങനെ പ്രൗഢിയോടെ ഒരുക്കിയ ഒരു ലിവിംഗ് സ്പേസ് ആണിത്. ഈ ലിവിംഗ് ഏരിയയോട് ചേർന്ന് ഒരു കിടപ്പുമുറിയുണ്ട്. TV ഘടിപ്പിച്ച ഈ വാളിനപ്പുറത്താണത്. ഇതാണ് ആ മുറി. ഗസ്റ്റ് ബെഡ്റൂമാണ്. ഒരു കണ്ടംപററി സ്റ്റൈൽ വീടിന് യോജിക്കുന്ന ആധുനിക രീതിയിലുള്ള ഫർണിഷിംഗ് ആണ് ഇവിടെ. അറ്റാച്ച്ഡ് ഫെസിലിറ്റിയുമുണ്ട്. സാധാരണ ഒരു വീട് ഡിസൈൻ ചെയ്യുമ്പോൾ വീതി കൂടിയ പ്ലോട്ടോ അല്ലെങ്കിൽ സ്ക്വയർ പ്ലോട്ടോ ആണെങ്കിൽ ഡിസൈനിങ് താരതമ്യം എളുപ്പമായിരിക്കും. അതുപോലൊരു പ്ലോട്ടിൽ 3 ഡിവിഷനായിട്ട് മുറികൾ ഡിസൈൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഉദാഹരണമായി ഈ പ്ലാൻ ശ്രദ്ധിക്കുക. ഇത് നല്ല വീതിയുള്ള പ്ലോട്ടിൽ ഡിസൈൻ ചെയ്തൊരു പ്ലാനാണ്. സെൻട്രൽ ഒരു മുറിയും ഇടതും വലതും വശങ്ങളിൽ മറ്റു മുറികൾ എന്നിങ്ങനെ 3 ഡിവിഷനായിട്ടാണ് ഇതിൻ്റെ ഡിസൈൻ. അതുപോലെ വീട് നിർമ്മിക്കേണ്ടത് റെക്റ്റാങ്കുലറോ അല്ലെങ്കിൽ വീതി കുറഞ്ഞ പ്ലോട്ടിലോ ആണെങ്കിൽ 3 ഡിവിഷന് പകരം 2 ഡിവിഷനിലേക്കായി അത് ഡിസൈൻ ചെയ്യേണ്ടി വരും. ഉദാഹരണമായി മറ്റൊരു പ്ലാൻ നോക്കാം. ഇത് റെക്റ്റാങ്കുലറായ ഒരു പ്ലോട്ടിൽ ഡിസൈൻ ചെയ്ത പ്ലാനാണ്. ഇതിൽ 3 ഡിവിഷനായി പ്ലാൻ ചെയ്യാനാവില്ല. പകരം ഇതുപോലെ 2 ഡിവിഷനായി മാത്രമേ ഇത് ഡിസൈൻ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ വീട് വീതി കുറഞ്ഞ റെക്റ്റാങ്കിൾ പ്ലോട്ടിൽ നിർമ്മിച്ചതാണ്. ഇതിന് 2 ഡിവിഷനായിട്ടാണ് ഇതിൻ്റെ മുറികൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. പ്ലോട്ടിന്റെ വീതി കുറവ് ഡൈനിങ്ങിന് യോജിക്കുന്ന മികച്ച സജ്ജീകരണങ്ങളാണ് ഇവിടെ. ഭംഗിയാർന്ന പ്രൗഢിയാർന്ന ഡൈനിങ് ടേബിളും ചെയറുകളും, ഒപ്പം ഒരു ക്രോക്കറി ഷെൽഫുമുണ്ട് ഇവിടെ. ഈ ഡൈനിങ് ഏരിയയുടെ അഡ്ജസന്റായി പ്രത്യേക മുറിയായാണ് കിച്ചൺ ഒരുക്കിയത്. വടക്ക് കിഴക്കേ ദിശയിലാണ് സ്ഥാനം. ഒരു വീട് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് കേരളത്തിൻ്റെ ട്രഡീഷണൽ വാസ്തു കൃത്യമായി പാലിക്കണം എന്ന് മലയാളികൾക്ക് നിർബന്ധമുണ്ട്. ഒരു റെക്ടാങ്കുലർ ടൈപ്പ് പ്ലോട്ടിൽ ഈ വാസ്തുശാസ്ത്ര നിയമങ്ങൾ പാലിച്ചുകൊണ്ട് വീടൊരുക്കുക എന്ന് പറയുന്നത് താരതമ്യേന ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. ഈ വീടിൻ്റെ കാര്യത്തിൽ പക്ഷേ ആ വാസ്തു കൃത്യമായി പാലിച്ചിട്ടുണ്ട്. ഇത് തെക്ക് ഭാഗത്തോട്ട് ദർശനമുള്ള ഒരു വീടാണ്. പക്ഷേ തെക്ക് ഭാഗത്തോട്ട് ഇറങ്ങുക എന്ന് പറയുന്നത് മലയാളികളെ സംബന്ധിച്ചിടത്തോളം അവർ ഒരു ദുശകുലമായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് തെക്ക് ഭാഗത്തേക്ക് ഇറങ്ങാതെ കിഴക്ക് സൈഡിലോട്ട് ഇറങ്ങാൻ പാകത്തിലാണ് ഈ വീടിൻ്റെ ഫ്രണ്ട് ഡോർ ഫേസ് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ പ്ലേസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ വീടിൻ്റെ കന്നിമൂലയിലായിട്ടാണ് ഇവിടുത്തെ മാസ്റ്റർ ബെഡ്റൂം കൊടുത്തിരിക്കുന്നത്. പിന്നെ വടക്ക് കിഴക്ക് ഭാഗത്ത് കിച്ചൺ കൊടുക്കുക എന്ന കാര്യവും ഈ വീടിൻ്റെ കാര്യത്തിൽ ഫോളോ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു റെക്ടാങ്കുലർ ടൈപ്പ് പ്ലോട്ടിലാണെങ്കിലും വളരെ കൃത്യമായി വാസ്തുശാസ്ത്ര നിയമം പാലിച്ച് ഡിസൈൻ ചെയ്ത ഒരു വീട് കൂടിയാണിത്. ആധുനിക രീതിയിലുള്ള അടുക്കളയ്ക്ക് യോജിക്കുന്ന ധാരാളം ക്യാബിനുകൾ, കൗണ്ടർ ടോപ്പ്, ഹുഡും ഹോബും ഉൾപ്പെടെയുള്ള സംവിധാനം എന്നിവയോ
ഒരു അപ്പർ ലിവിംഗ് ഏരിയയായാണ് കൺസീവ് ചെയ്തത്. ബ്ലാക്ക് കളർ സോഫ സെറ്റുകൾ കൊണ്ടുള്ള ഭംഗിയാർന്ന ഫർണിഷിംഗ്, ഇതിൻ്റെ കംപ്ലീഷനിലേക്ക് പോയപ്പോൾ, വീടിൻ്റെ കംപ്ലീഷനിലേക്ക് പോയപ്പം ഫർണിച്ചറിനെ കുറിച്ചുള്ള ചിന്ത വന്നു. അപ്പോൾ ഫർണിച്ചറിനെ കുറിച്ച് ചിന്തിച്ചപ്പോൾ നമ്മൾ ഈ ഡിസൈൻ ഫർണിച്ചറിനെ കുറിച്ചാണ് കൂടുതലായിട്ടും നമുക്ക് മനസ്സിലേക്ക് കടന്നു വന്നത്. അപ്പം ഈ ലിവിങ് റൂമിലുള്ള കുറച്ച് മൂവബിളായിട്ടുള്ള ഫർണിച്ചർ ഐറ്റംസ് ഒഴിച്ച് ബാക്കി ഇമ്മൂവബിളായിട്ടുള്ള എല്ലാ ഫർണിച്ചറും നമ്മൾ കസ്റ്റം ഡിസൈൻഡ് ഫർണിച്ചറാണ് മനസ്സിലെ സങ്കല്പം ഉണ്ടായിരുന്നത്. ഉദാഹരണത്തിന് നമ്മളുടെ വാഷിംഗ് കൗണ്ടർ, അതുപോലെ DVD റാക്ക് വിത്ത് TV, അതെല്ലാം വന്നിട്ട് അവർ വളരെ സക്സസ്ഫുള്ളായിട്ട് തന്നെ നമ്മൾക്ക് അത് അവർ ചെയ്തു തന്നു എന്നുള്ളതാണ് നമ്മുടെ വിശ്വാസം. വീതി കുറഞ്ഞൊരു പ്ലോട്ടിൽ ഒരുക്കിയ ആകർഷകമായൊരു വില്ല, അതും ഒരു ലക്ഷറി വില്ലയുടെ സൗകര്യങ്ങളോടെ. ഈ വീട് നല്ലൊരു ആർക്കിടെക്ചർ നിർമ്മിതിയാകുന്നത് അതുകൊണ്ടാണ്. ഒരു വിദേശ മലയാളിയുടെ പ്രൗഢിക്കൊത്ത ഒരു വീട്.